ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടെ ഭക്തിയും പാണ്ഡിത്യവും ഒരുമിച്ചിരുന്ന കാലഘട്ടം. ആ സമയത്ത് പാണ്ഡിത്യത്തിൽ പ്രശസ്തനായ മേൽപ്പത്തൂർ ഭട്ടതിരി താൻ രചിച്ച നാരായണീയം ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ടിരുന്നു. അതേ കാലത്ത് ഭക്തിയിൽ പ്രശസ്തനായ പൂന്താനം നമ്പൂതിരിയും തന്റെ ഹൃദയത്തിൽ ഉദിച്ച ഭക്തിസാന്ദ്രമായ കൃതി ജ്ഞാനപ്പാന ഭഗവാൻ സമർപ്പിക്കാനായി ഒരുക്കി. എന്നാൽ സംസ്കൃത വിദ്യയിൽ പരിമിതിയുണ്ടായിരുന്ന പൂന്താനം തന്റെ കൃതി ഭട്ടതിരിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചു. പക്ഷേ പാണ്ഡിത്യത്തിന്റെ അഭിമാനത്തിൽ നിന്ന ഭട്ടതിരി വ്യാകരണവും വിഭക്തിയും ശരിയല്ലെന്ന കാരണത്താൽ ആ കൃതിയെ നിരസിക്കുകയും പൂന്താനത്തെ അവഗണിക്കുകയും ചെയ്തു. ആ സംഭവത്തിൽ ദുഃഖിതനായ പൂന്താനം മനസ്സിൽ വേദനയോടെ അവിടെ നിന്ന് പിന്മാറി. അന്ന് രാത്രിയിൽ ഭട്ടതിരിക്ക് അപ്രതീക്ഷിതമായി കഠിനമായ അസുഖം ബാധിച്ചു. വേദനയിൽ കഴിയുമ്പോൾ ഒരു ദിവ്യ ശബ്ദം അദ്ദേഹത്തിന് ശ്രവ്യമായി. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്ക് പ്രിയം പൂന്താനത്തിന്റെ ഭക്തിയാണ്. ഈ ദിവ്യവാക്യം ഭട്ടതിരിയുടെ ഹൃദയം സ്പർശിച്ചു. തന്റെ അഹങ്കാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം അടുത്ത ദിവസം തന്നെ പൂന്താനത്തിന്റെ സമീപത്തെത്തി ക്ഷമാപണം നടത്തി. പിന്നീട് ഭക്തിയോടെയും ആദരവോടെയും പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന അദ്ദേഹം സ്വീകരിച്ചു.